കേരളത്തിലെ മറ്റ് നിയോജക മണ്ഡലങ്ങൾ ഇപ്പോഴും പുതുതായിട്ട് വന്ന ഒരു പ്രശ്നം, ഇതിൻ്റെ ഒപ്പം തന്നെ ഈ BJPയും അതുപോലെ കോൺഗ്രസും തമ്മിൽ പരസ്പര അന്തർധാരയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ്. ഏറ്റവും വലിയ വർഗീയവാദ നിലപാട് സ്വീകരിക്കുന്ന SDPIയുമായി ഇപ്പോൾ UDF ഐക്യമുണ്ടാക്കിയിരിക്കുകയാണ്. ഐക്യം വെറുതെ ഉണ്ടായതല്ല, അവർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതല്ല, അവരുമായിട്ട് ചർച്ച ചെയ്തു. ഇവിടെ KC വേണുഗോപാലൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം ഇവിടെ ചർച്ച നടത്തിയിട്ട് SDPI എന്ന് പറയുന്ന 6 പിന്തിരിപ്പൻ വർഗീയ ശക്തികളുമായി ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല, ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ അവരുടെ പിന്തുണയെ ആവശ്യപ്പെട്ടിട്ടില്ല. അവർ പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത്, അവരവരുടെ ഇഷ്ടപ്രകാരം രഹസ്യ വോട്ടാണ്. ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യട്ടെ. പിന്നെ അവർ പറഞ്ഞു കോൺഗ്രസ് മതേതര കക്ഷിയാണ്, ഫാസിസത്തെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ പറ്റുള്ളൂ, കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ശക്തികൾ പരാജയപ്പെടും. അപ്പോൾ കോൺഗ്രസ് മതേതര ശക്തി അല്ലാന്ന് ഞങ്ങൾ പറയണം. കോൺഗ്രസ് അല്ല ഞങ്ങൾ അങ്ങനെ പറയണം. SDPIയുമായിട്ട് ഞങ്ങളൊരു ചർച്ചയും നടത്തിയിട്ടില്ല, UDF ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അപ്പോൾ ഓരോ പാർട്ടിക്കും അവരവരുടേതായ തീരുമാനം എടുക്കാനുള്ള അവകാശവും അധികാരമുണ്ട്. ഞങ്ങളാരും അവരുടെ വോട്ട് ചോദിച്ചിട്ടുമില്ല, ചർച്ച ചെയ്തിട്ടില്ല, അവർ വോട്ട് വേണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഒരു തീവ്രവാദ സംഘടന SDPI നിലച്ചിരിക്കാത്ത നേരത്ത് UDFന് പിന്തുണ നൽകിയിരിക്കുകയാണ്. വെറും പിന്തുണയല്ല, നിരുപാധിക പിന്തുണ തന്നെയാണ് SDPI കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. SDPI പോലുള്ള ഒരു തീവ്രവാദ നിലപാടുള്ള സംഘടനയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ കോൺഗ്രസിനാകുന്നില്ല എന്നതാണ് നിലവിലെ സ്ഥിതിവിശേഷം. വലിയൊരു വിഷമവൃത്തത്തിലേക്കാണ് SDPI കോൺഗ്രസിനെ എത്തിച്ചിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ വിമർശനങ്ങളാണ് കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നത്. ഏകപക്ഷീയമായി ഒരു പിന്തുണ കോൺഗ്രസിന് നൽകുകയല്ലായിരുന്നു, ചില ആലോചനകളുടെ ഭാഗമായാണ് പിന്തുണ പ്രഖ്യാപിച്ചത് എന്നുള്ള തരത്തിൽ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. SDPI വിവാദം മാത്രമല്ല, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP കൈയയച്ച് സഹായിച്ചതിന്റെ വിവരങ്ങളും പുറത്തു വരികയാണ്. എല്ലാ വർഗീയ ശക്തികളുമായും കൂട്ടുകൂടുന്ന കോൺഗ്രസിന്റെ നിലപാട് ഒരിക്കൽ കൂടി അനാവൃതമാകുകയാണ്. അന്തർധാരകൾ വെളിപ്പെടുമ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലേക്കാണ്. വോട്ട് വാങ്ങലിലെ ഈ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ 1 മണിക്കൂർ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി അഡ്വക്കേറ്റ് സമ്പത്ത്, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ, BJP പ്രതിനിധി P ശ്യാംരാജ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കിലേക്കാണ്, കോൺഗ്രസ് പ്രതിനിധി. വസന്ത്, ഈ SDPIയുടെ പിന്തുണ കോൺഗ്രസിനെതിരെ വലിയ ആയുധമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും LDF ആയാലും BJP ആയാലും അത് നിങ്ങൾക്കെതിരെ വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഉപയോഗിക്കുക എന്നർത്ഥം ഞാൻ ഉദ്ദേശിച്ചത് കോൺഗ്രസിൻ്റെ ഈ നെറുകേടിനെയാണ് അവർ വിമർശിക്കുന്നത്. യഥാർത്ഥത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമില്ലെന്ന് നിങ്ങളുടെ നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ വോട്ട് ചെയ്യുന്നത് വ്യക്തികളാണെന്ന ന്യായം നിരത്തി ഈ പിന്തുണ തള്ളിക്കളയാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. അതെന്തുകൊണ്ടാണ്? ശ്രീമതി നീലിമ, നോക്കൂ, SDPIയെ പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം ഒരുപാട് വിശേഷണങ്ങൾ. ഈ SDPI കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ പറയുന്നു രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ കക്ഷി കോൺഗ്രസ് ആണ്. ശരിയല്ലേ? അതിന് അവർ പറഞ്ഞാലും BJP പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് ശരിയാണ്. രണ്ടാമതായി അവർ പറയുന്നു രാജ്യത്തെ മതനിരപേക്ഷത തിരിച്ചു ഉയർത്താൻ വേണ്ടി, അതിന് ഊർജം പകരാൻ വേണ്ടി കോൺഗ്രസ് ശക്തി പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതും സത്യമല്ലേ? അതിൽ LDFനോ CPMനോ ഒരു എതിരഭിപ്രായമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ തവണ ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു? കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരുമായി എന്തെങ്കിലും ധാരണ നടത്തിയെന്നോ ഞങ്ങൾ അവരുമായി ചർച്ച നടത്തിയെന്നോ ഒരു വിവക്ഷ അതിൽ കാണുന്ന എന്തിന്റെ പുറത്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ, കോൺഗ്രസിന്റെ CLP ലീഡർ പ്രിയപ്പെട്ട VD സതീശൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ SDPIയുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ബൈറ്റ് നിങ്ങളിപ്പോൾ എയർ ചെയ്തല്ലോ. എന്താണ് അദ്ദേഹം പറയുന്നത്? ഞങ്ങൾ യാതൊരു ചർച്ചയും SDPIയുമായി നടത്തിയിട്ടില്ല.
എന്നാൽ SDPI ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. രാജ്യത്തെ മതനിരപേക്ഷ കക്ഷിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കക്ഷിക്ക് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ പറ്റില്ല കേട്ടോ. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം. ഞങ്ങൾ മതനിരപേക്ഷ കക്ഷിയല്ല, വി ആർ നോട്ട് സെക്യുലർ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല, വി ആർ സെക്യുലർ. അവർ പറഞ്ഞത് ശരിയാണ്. അത് ആ സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ യാതൊരുവിധ ധാരണകളോ ചർച്ചകളോ രാജ്യത്തുള്ള ഒരു വർഗീയ കക്ഷിയുമായി നടത്തില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഇനി നോക്കൂ, നിലവിൽ ഇപ്പൊ പറയുന്നില്ലേ, ഇപ്പോ പ്രിയപ്പെട്ട സമ്പത്തും പ്രിയപ്പെട്ട MJ അടക്കമുള്ളവർ ഇതിലുണ്ടല്ലോ. ഏതായാലും ഇടതുപക്ഷത്തിന് 2 പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നുണ്ട്, പോട്ടെ. പക്ഷേ MJ അടക്കമുള്ള ഇടതു പ്രതിനിധികൾ പറയാൻ പോകുന്നത് എന്താണ്? അവർ പറയാൻ പോകുന്നത് കോൺഗ്രസ് ഇതാ ഇങ്ങനെ ഒരു അലയൻസിലേക്ക് പോയോ എന്നാണ്. ഞങ്ങൾ അലയൻസിലേക്ക് പോയില്ല എന്നത് യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന സിനാറിയോ എന്താണ്? കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ SDPI പറയുന്നു. കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ SDPI പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. SDPIയുടെ വോട്ടോടുകൂടി പഞ്ചായത്ത് ഭരണം പിടിച്ച CPMന്റെ 1 ഡസൻ കേസുകൾ ഞാൻ തരണോ നീലിമയ്ക്ക്? എന്റെ കോൺസ്റ്റിറ്റ്യുവൻസി, എന്റെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി പത്തനംതിട്ടയാണ്. ആ പത്തനംതിട്ടയിൽ തന്നെ 2 കഥകളുണ്ട്. പത്തനംതിട്ടയിൽ ബിനു ജോസഫ് CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് SDPI പിന്തുണയോട് കൂടി. എന്റെ അതേ പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈരാറ്റുപേട്ടയിൽ SDPIയുമായി സഖ്യമുണ്ടാക്കി ഭരണം പിടിച്ചില്ലേ നിങ്ങൾ? അഭിമന്യുവിന്റെ നാട്ടിൽ SDPIയുമായി സഖ്യമുണ്ടായില്ലേ? തിരുവനന്തപുരം ജില്ലയിൽ പഞ്ചായത്ത് ഭരണം പിടിച്ചവർക്കെല്ലാം SDPIയുടെ പിന്തുണ സ്വീകരിച്ചില്ലേ? അപ്പൊ ഞങ്ങൾ പറയാണ്, അതിനുശേഷം ചിലയിടത്തൊക്കെ രാജിവെച്ചിട്ടുണ്ടായതാണ്. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ആ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യണം. പക്ഷെ ചോദിക്കട്ടെ, ഞങ്ങൾ നാളെ തൊട്ട് പറയാൻ തുടങ്ങിയാണ്, നോക്കൂ, SDPIയുമായി പഞ്ചായത്ത് ഭരണങ്ങൾ 1 ഡസൻ സ്ഥലങ്ങളിൽ ആർക്കുണ്ട്? CPMനുണ്ട്. ചിലയിടത്തൊക്കെ അത് പിടിച്ചിട്ടുണ്ട്. ചിലരുടെ അവിശ്വാസ പ്രമേയങ്ങൾക്ക് SDPIയുടെ പിന്തുണ നേടിയിട്ടുണ്ട്. അത് സംസ്ഥാന തലത്തിൽ എടുത്ത തീരുമാനമാണെന്നും SDPI നിങ്ങളുടെ മുന്നണിയിലാണെന്നും ഞങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഈ ആരോപണം. അതുകൊണ്ട് ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നിങ്ങൾ പറയുന്ന ഒരു നരേറ്റീവ് അത് തന്നെയാണ്. അഡ്വക്കേറ്റ് വസന്തിന്റെ വാക്കുകളാണ് കേട്ടത്. അഡ്വക്കേറ്റ് സമ്പത്തിലേക്ക് പോവുകയാണ്. സമ്പത്ത്, ഈ ഒരു ഇത്തരത്തിൽ ഒരു നിരുപാധിക പിന്തുണ SDPI മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ആ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വന്ന സ്വാഭാവികമായ പ്രതികരണങ്ങളാണ് ഇതെല്ലാം. നോക്കൂ, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം അങ്ങേക്ക് കേൾക്കാമോ? അഡ്വക്കേറ്റ് സമ്പത്ത്, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം അവരുടെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് SDPI എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. 2019 തെരഞ്ഞെടുപ്പിലും അവർ വളരെ കൃത്യമായി പിന്തുണ ആർക്കൊക്കെ നൽകി എന്നുള്ള കാര്യം എല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. 2014 അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നോക്കൂ, വളരെ അപ്രതീക്ഷിതമായി നനച്ചിരിക്കാത്ത നേരത്ത് ഒരു പിന്തുണ വരികയാണ്. SDPIയുടെ പിന്തുണ സംസ്ഥാനത്ത് UDFനെ പിന്തുണയ്ക്കുകയാണ്. അവർ അതിന് അതിൻ്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് മതനിരപേക്ഷത ഈ രാജ്യത്ത് സംരക്ഷിക്കാൻ കോൺഗ്രസ് മാത്രമാണ് മുന്നണി പോരാളി എന്നുള്ള ഒരു നറേറ്റീവ് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ് SDPIയുടെ വാദങ്ങളെ, അത്തരത്തിൽ അവരുടെ ഒരു പിന്തുണയെ വെള്ളപൂശുന്നത്. പക്ഷേ നമുക്കറിയാം SDPI എന്താണ് എന്നുള്ളത്. ഈ കോൺഗ്രസിൻ്റെ വാദം നിലനിൽക്കുമോ? നീലിമ, കോൺഗ്രസിൻ്റെ വക്താവ് ഇവിടെ വല്ലാതെ അധ്വാനിച്ചത്, അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു മറുപടിയും അവർ തന്നെ പറയുന്നത് CPM അങ്ങനെ പറയുമോ? ഇല്ല, CPM അങ്ങനെ പറയും എന്ന് പറയേണ്ടത് ഞങ്ങളാണല്ലോ, അല്ലേ? ഇവിടെ SDPIയുടെ സഹായത്തെക്കാൾ ഭേദം മുസ്ലിം ലീഗ് പിരിച്ചുവിടുന്നതാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ MK മുനീറാണ്. ഒരുപാട് വർഷം മുമ്പൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഈ SDPI കോൺഗ്രസ്സിന് മാത്രമാണോ? തലപ്പാടിയിൽ 2 BJP അംഗങ്ങളുടെ പിന്തുണയിലല്ലേ SDPIക്ക് പഞ്ചായത്ത് ഭരണം ലഭിച്ചത്. ഇനി ഈ തമിഴ്നാട് സംസ്ഥാനത്ത് ഈ കോൺഗ്രസും എൻ്റെ പാർട്ടി CPIM-ഉം CPI-യും DMKയുടെ മുന്നണിയിലാണ്. അപ്പോൾ ഞാനും മുതലച്ചാരും കൂടി ഒരു വലിയ കാളയെ പിടിച്ചു എന്നൊരു തവള മുതലയുടെ മുകളിൽ കയറിയിരുന്നിട്ട് ക്രോം പറഞ്ഞതുപോലെ മറ്റ് കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നുവെങ്കിൽ അതിൽ അഭിമാനിക്കുന്നത് നല്ലതാണ്. അവിടെ മുന്നണിയുടെ നേതൃത്വം ആർക്കാണ്? ആ മുന്നണിയുടെ നേതൃത്വം DMKയ്ക്കാണ്. ഡിണ്ടുകളിൽ CPIM-ന്റെ സ്ഥാനാർത്ഥി ചുറ്റികാരുവാൾ നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ എതിരാളി ആരാണ്? SDPI ആണ്. SDPI ADMKയുടെ മുന്നണിയിലാണ്. നിങ്ങൾ SDPI ഡിണ്ടുകളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കാര്യം, ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അദ്ദേഹത്തോട് മാധ്യമങ്ങളടക്കം ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിൽ നിന്നെല്ലാം വഴുതി മാറുകയാണ്.
അദ്ദേഹത്തിൻ്റെതായ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയത്. എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറയുകയാണ്, പുന്ന നൗഷാദ് 3 കുത്ത്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ 3 കുത്ത്, SDPIക്കാരുടെ കൊലക്കത്തിക്കിരയായി 4 കുത്ത്, ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. 20 മണ്ഡലങ്ങളിലും UDF നിന്ന് പരസ്യ പിന്തുണ SDPI നൽകിയിട്ടുണ്ട്. ഈ പറയുന്നത് ഇവർ തമ്മിലുള്ള അവിശുദ്ധ ബന്ധം മറന്നേക്ക് പുറത്തു വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, SDPIയുടെ ഒരു പിന്തുണയും ആവശ്യപ്പെട്ടിട്ടില്ല. SDPI പിന്തുണ നൽകിയത് കൊണ്ട് എവിടെയെങ്കിലും CPIMൻ്റെ നേതാക്കൾ, പ്രവർത്തകർ അത്തരത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായി അല്ലെങ്കിൽ അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആ നിമിഷം രാജിവെപ്പിച്ചിട്ടുണ്ട്. അവർ വീണ്ടും വോട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും രാജിവെപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മറ്റൊരു ചർച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാട്ടാക്കടയിലാണ്. ഇവിടെ അടുത്ത് പാലോട് എന്ന ഒരു പഞ്ചായത്ത്, പാലോട് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത്, ആ പാലോട് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ SDPI വോട്ട് ചെയ്തതുകൊണ്ട് വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 6 പഞ്ചായത്ത് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധ്യക്ഷന്മാർ ആ നിമിഷം രാജിവെച്ചിട്ടുണ്ട്. ഇനി ഇത് SDPIയുടെ ഒരു നേതാവ് അത്തരത്തിൽ, ഇതെല്ലാം സമൂഹ മാധ്യമത്തിൽ വന്നതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിപ്പോൾ ഞാൻ ഈ കാട്ടിയതിനകത്ത് പലതും തുറന്നു പറഞ്ഞാൽ ഊതി വീർപ്പിക്കപ്പെട്ട തൂവെള്ള ബലൂൺ പൊട്ടിപ്പോകും. VD സതീശനോട് SDPI അവർ പറയുകയാണ്. ഇനി വേറൊന്ന്, ഈ SDPIയും ഈ പറയുന്ന അല്ല ഇനി പോപ്പുലർ ഫ്രണ്ടോ മറ്റേത്, ഇതെല്ലാം പല വേഷം മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിഷസർപ്പം മൂർഖനായാലും അത് അണലിയായാലും ചട്ട ഉരിഞ്ഞു കളഞ്ഞത് കൊണ്ട് അതിൻ്റെ വിഷമൊന്നും പോകുന്നില്ല, അത് പുതിയ ചട്ടയുമായി എഴിഞ്ഞു തന്നെ പോവുകയാണ്. ഇത് ആരുടെ പടമാണ്? ഇന്നൊരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവിൻ്റെ പടമാണ്. അദ്ദേഹം ഏതാണ്? മലബാർ സ്റ്റുഡൻസ് കോൺഫറൻസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയാണ്. ആരുടേതാണ്? ക്യാമ്പസ് ഫ്രണ്ടിൻ്റേതാണ്. അപ്പോൾ ഈ ബന്ധം എന്നുള്ളത്, ഈ അവിശുദ്ധ ബന്ധം എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇനി ശ്രീ ഷാഫി പറമ്പിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെതായ ഫേസ്ബുക്ക് പോസ്റ്റാണ്. എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ഞാനിത് സമയച്ചുരുക്കം കൊണ്ട് മുഴുവൻ വായിക്കുന്നില്ല. നാടിൻ്റെ ശാപമായ RSSും SDPIയും പാലക്കാടിൻ്റെ സമാധാന ജീവിതത്തെ തകർക്കുകയാണ്. വർഗീയ കോമരങ്ങൾ ഒരു ജനതയുടെ സ്വൈര ജീവിതത്തെ വെല്ലുവിളിക്കുമ്പോൾ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെതായ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും രാജ്യത്തെ ജനങ്ങളെ അവരെ മതപരമായി ഭിന്നിപ്പിക്കാനും അക്രമ സ്വഭാവത്തോടു കൂടി ഇത്തരം ഈ പൊതുസമൂഹത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയുള്ള ഒരു മാന്യതയുടെ പൊളിറ്റിക്കൽ ഒരു എന്താ പറയാൻ അങ്ങനെ ഒരു സാങ്ക്ടിറ്റിയൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഇവർ പലയിടത്തും വലിഞ്ഞു കയറും. ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വലിയ അപകടമാണ്. നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം, 1978 തലശ്ശേരിയിൽ അന്ന് ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ സഖാവ് MV രാജഗോപാല മാസ്റ്റർ ചുറ്റിക്കാരുവൽ നക്ഷത്ര മലയാളത്തിൽ മത്സരിക്കുമ്പോൾ സഖാവ് EMS പറഞ്ഞത് ഇപ്പോഴും എപ്പോഴും CPM പാലിക്കുക തന്നെയാണ്. പരസ്യമായി പറഞ്ഞല്ലോ സഖാവ് EMS, ഞങ്ങൾക്ക് RSSൻ്റെ വോട്ട് വേണ്ട എന്ന്. RSSൻ്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അന്ന് സഖാവ് EMS പറഞ്ഞത് ഇന്നും പ്രസക്തമെന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ പറയുന്ന ഒരു തീവ്രവാദി സംഘടനയുടെയും അവരുടെ വോട്ട് തേടി ഞങ്ങൾ പോകുന്നില്ല. മതനിരപേക്ഷത സംരക്ഷിക്കണം. ആ മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ മത തീവ്രവാദി പ്രസ്ഥാനങ്ങളുമായി ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കരുത്. ഒരു കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഹോട്ടലിൽ വെച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ അവർ SDPIയുടെ നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയില്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. എന്തിനു വേണ്ടിയായിരുന്നു ചർച്ച നടത്തിയത്? ഇതെല്ലാം നമ്മുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷതയുടെ വക്താക്കളായിരിക്കേണ്ടുന്ന കോൺഗ്രസ് ചില സംസ്ഥാനങ്ങളിലൊക്കെ അവർ മൃദു ഹിന്ദുത്വ നിലപാടെടുക്കുന്നത് പോലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ 5 വോട്ടിന് വേണ്ടി എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നറിയാമോ? പഞ്ചാബ് സംസ്ഥാനത്ത് ഭീകരവാദം വളരാനിടയായത് അക്കാലത്ത് ഭിന്ദ്രൻവാല എന്ന കള്ളസന്യാസിയെ കൂടെ ചേർത്ത് അദ്ദേഹത്തിൻ്റെ പടവും അദ്ദേഹത്തിൻ്റെ ആ അഭ്യർത്ഥനയും വീടുകളിലെല്ലാം കൊടുത്ത് പടം വെച്ച് നോട്ടീസ് അടിച്ച് അദ്ദേഹത്തിൻ്റെ പടം കൂടി ചേർത്ത് കൈപ്പത്തി അന്ന് കോൺഗ്രസ് വോട്ട് ചോദിച്ചതാണ്. ചെയ്യരുത് എന്ന് സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് പറയുകയുണ്ടായി. എന്നിട്ട് എന്തായി അവിടെ നടത്തിയത്? നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഈ ഭീകരവാദി സംഘടനകൾ അവരുമായി കോൺഗ്രസ് സന്ധി ചെയ്തത്? ഞാനിതിലേക്ക് കൂടുതൽ ദീർഘമായിട്ട് എന്തെങ്കിലും പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ സുചിന്തിതമായ സുശക്തമായ ഒരു നിലപാടെടുക്കണം. അല്ലാതെ മതനിരപേക്ഷത സംരക്ഷിക്കാനായി മത തീവ്രവാദികളോടൊപ്പം തന്നെ വേദി പങ്കിടുകയും അങ്ങനെ രണ്ട് വഞ്ചി കാലിട്ടുകൊണ്ട് നടക്കും. അതാണ് CPIM ഏതെങ്കിലും അല്ലെങ്കിൽ LDF ഏതെങ്കിലും കൊതിക്കറിവ് കൊണ്ട് പറയുന്നതല്ല. ഇത് അങ്ങേയറ്റം അപകടമാണ് എന്ന് നമ്മുടെ മുന്നിൽ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ SDPIയുടെ പിന്തുണയെ ഒരു ആപത്തായി മാത്രമേ ഇക്കാര്യം കാണാൻ കഴിയുകയുള്ളൂ എന്ന നിലപാട് ഇവിടുത്തെ മതേതര കക്ഷികൾ സ്വീകരിക്കുന്നത്, അത്തരത്തിൽ സ്വീകരിക്കപ്പെടേണ്ടതും.
വസന്ത്, കുറച്ച് കാര്യങ്ങൾ വസന്തിലേക്ക് വരേണ്ടതുണ്ട്. ഞാൻ അടുത്ത ഘട്ടത്തിൽ വരാം. ഇപ്പോൾ BJPയുടെ പ്രതിനിധിയിലേക്കാണ് പോകുന്നത്, ശ്യാംരാജിലേക്കാണ് പോകുന്നത്. ശ്യാംരാജ്, ഇന്ന് ഏറ്റവും വലിയ വിമർശനവുമായി ഇന്ന് നിങ്ങളുടെ നേതാവ് കെ സുരേന്ദ്രൻ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കാനുള്ള പോപ്പുലർ ഫ്രണ്ട് നീക്കം അപകടകരമാണ്. രാജ്യത്ത് കലാപമുണ്ടാക്കുകയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല്ലുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട്. അതിൻ്റെ പുതിയ രൂപം, രാഷ്ട്രീയ രൂപമായ SDPIയുടെ പിന്തുണ പറ്റുന്നതിനെ കോൺഗ്രസിനെ അങ്ങേയറ്റം വിമർശിക്കുകയാണ്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ. രാഹുൽ ഗാന്ധിയുടെ അറിവോടുകൂടിയാണോ ഇതെന്നെല്ലാം ചോദിക്കുന്നു. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച അഡ്വക്കേറ്റ് സമ്പത്ത് പറയുന്നത് കേട്ടില്ലേ? ദിണ്ടിഗലിൽ നിങ്ങളുടെ കൂടെയല്ലേ, ADMK നിങ്ങളുടെ കൂടെയാണല്ലോ, അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് SDPIയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുക? അങ്ങനെയൊന്നും വെളുപ്പിക്കാൻ നിൽക്കണ്ട നീലിമ. ഇവിടെ SDPI അല്ല, SDPIയെ വെളുപ്പിക്കേണ്ടത് ഞങ്ങളുടെ ജോലിയല്ല. അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഒരു തരത്തിലുള്ള ഉദ്ദേശം CPM-നോ LDF-നോ കൈരളിക്കോ എനിക്കോ ഇല്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തിൽ വെളുപ്പിക്കാൻ വേണ്ടി നോക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ സഖ്യകക്ഷിയാണോ ADMK? ADMKക്ക് വേണ്ടി വാദോരാതെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സംസാരിച്ചതൊക്കെ കണ്ടില്ലേ? ഞാൻ ചോദിക്കുന്നത് നിലവിൽ ഞങ്ങളുടെ സഖ്യകക്ഷിയാണോ? ADMKയുമായി വളരെ അടുത്ത ബന്ധം BJP അവിടെ പുലർത്തുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കച്ചത്തീവ് വിഷയത്തിലടക്കം പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ADMKയോടുള്ള നിലപാട് നമ്മുടെ മുന്നിൽ വളരെ പ്രകടമാണ്. ADMKയുള്ള നിലപാട് ചില വിഷയങ്ങളിലെ രാഷ്ട്രീയ നിലപാടാണെന്നേ. അത് നിങ്ങൾ ഇങ്ങനെ വളച്ച് കെട്ടിയൊക്കെ മൂക്കിൽ പിടിച്ചുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെളുപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെയൊന്നും വെളുക്കൂലെന്നേ. നിങ്ങൾ ഏതോ കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം സഖ്യകക്ഷിയായിരുന്ന ഒരു പ്രസ്ഥാനം ഇവരുടെ ഒപ്പം നിന്ന് ഇലക്ഷൻ നിൽക്കുന്നു എന്നും പറഞ്ഞിട്ടൊന്നും നിങ്ങൾ ആരോപിക്കാൻ വേണ്ടി നിൽക്കണം. ഇവിടെ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് 2 ആഴ്ച മുമ്പ് ഇഫ്താർ വിരുന്നിൽ ആരൊക്കെ കൂടിയിട്ടാണ് കോഴിക്കോട് ഇരുന്നത്? ഈ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇളമരം കരീമും അതോടൊപ്പം തന്നെ നിലവിലെ MP-യും കോൺഗ്രസിൻ്റെ MP സ്ഥാനാർത്ഥിയുമായിട്ടുള്ള MK രാഘവനും കൂടി ചേർന്നിട്ടല്ലേ ആ ചിത്രം കേരളം മൊത്തം ചർച്ച ചെയ്തില്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷമായാലും കോൺഗ്രസ് പക്ഷമായാലും 2 പേർക്കും പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ വോട്ട് വേണം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് കേരളമാകെ വലിയ കലാപം നടത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. ഒട്ടനവധി പൊതുമുതലുകൾ അവർ ഇല്ലാതാക്കി തച്ച് തകർത്ത് നശിപ്പിച്ചു കഴിഞ്ഞു. അവരുടെ സ്വത്ത് കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി, ഇവിടെ ഇരിക്കുന്ന ശ്രീ A സമ്പത്തിൻ്റെ നേതാവ്, അദ്ദേഹം എന്താ പറഞ്ഞത്? പോലീസിനോട് എന്താ പറഞ്ഞത്? അത്ര വലിയ തിടുക്കമൊന്നും കാട്ടേണ്ട. അതായത് തീവ്രവാദ കേസിന് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ നിരോധിച്ചു എന്ന് എങ്ങനെയാണ് കിട്ടുന്നത്? അങ്ങനെ ഒരു പൊതുമണ്ഡലത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതായി താങ്കൾക്കറിയാം? ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നിട്ടാണ് സ്വത്ത് കണ്ടു തുടങ്ങിയത്. നോക്കൂ, അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. ഈ ഹൈക്കോടതിയിലേക്ക് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലേക്ക് വഴിതെളിച്ച സംഭവങ്ങൾ എങ്ങനെയാണ് എത്തിയത്? CPM കൊടുത്തിട്ടാണോ? അരിയും മലരും കുന്തിരിക്കവും കാത്തുവെച്ചോളൂ എന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിനെതിരെ കേസെടുക്കാതെയല്ല ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തുന്നത്. അത്തരത്തിലൊരു മുദ്രാവാക്യം ഉയർന്നപ്പോൾ കേരളത്തിന്റെ കമ്മ്യൂണൽ ഹാർമണിയെ അങ്ങേയറ്റം ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയം വന്നപ്പോൾ CPIM LDF സർക്കാർ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ പോലീസാണ് അവർക്കെതിരെ നടപടിയെടുത്തത്. എന്നിട്ട് അഭിമന്യുവിന്റെ പ്രതികളെ പിടിക്കാത്തത് എന്നിട്ട് ഇതുവരെ ആ കേസ് എന്തായി? ആ കേസിന്റെ ചാർജ് ഷീറ്റ് അടക്കം മോഷ്ടിക്കപ്പെട്ടിട്ടില്ലേ? എന്തേ പിടിക്കാത്തത്? അങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞു പോകരുത് നീലിമ. ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ ആയതുകൊണ്ടൊന്നുമല്ല, കേരളത്തിൻ്റെ ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരെ SDPIക്കെതിരെയുള്ള കേസുകൾ വൈകിപ്പിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളുടെ തന്നെ SFIയുടെ തന്നെ രക്തസാക്ഷിയായിരുന്നിട്ടുള്ള അഭിമന്യു അവിടെ എൻ്റെ ജില്ലക്കാരനാണ്. വട്ടവട വീട്ടിലിരുന്നൊരു സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. അവനെ രാത്രി ആരോ വിളിച്ച് ക്യാമ്പസിലോട്ട് വിളിച്ചു. അന്ന് രാത്രി അവൻ കൊല്ലപ്പെട്ടു. ആ കേസ് എന്തായി? ആ കേസിലെ 1-ാം പ്രതി സ്വയം കീഴടങ്ങിയല്ലാതെ ആ കേസിലെ പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അഡ്വക്കേറ്റ് A സമ്പത്ത്, താങ്കൾക്ക് മറുപടി പറയാം. ഈ അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വം എന്നത്, അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഈ SDPI ആയാലും ശരി, അതല്ല ഇനി BJP ആയാലും ശരി,
ഈ കുട്ടികളുടെ രക്തത്തിൻ്റെ കറ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഈ ABVP പേരിലായാലും അതല്ല BJP പേരിലായാലും RSSന്റെ പേരിലായിരുന്നാലും ഈ കാര്യത്തിൽ അല്ല എന്നെ പറയാനേ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് വല്ലാത്ത അസഹിഷ്ണുത ഉണ്ടെങ്കിൽ ഈ അഭിമന്യുവിനെ കൊന്ന പോപ്പുലർ ഫ്രണ്ടിനെ ഞാനിത് പറയാൻ നിങ്ങൾ പറയുമ്പോൾ വല്ലാതെ വേദനിക്കുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്തത് കൃത്യമായി കൊണ്ടുവന്നാണ്. അതിൽ ആ കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് താങ്കൾക്ക് കൊണ്ടു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടു. ഇനി പോപ്പുലർ ഫ്രണ്ട്, SDPI, ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടല്ല, ഇനി അടുത്ത NDF, ഇതെല്ലാം തരാതരം പോലെ മാറുന്നു എന്നുള്ളത് ഈ അണലി മുറ്റിക്കഴിയുമ്പോൾ അതിന് ഈ കൊമ്പേറിയായി മാറും. അതിൻ്റേതായിട്ടുള്ള സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. അഭിമന്യുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊലയാളികളെ പിടികൂടുന്നതും അത്തരം കാര്യങ്ങളിലും പോലീസ് യാതൊരു വിധത്തിലുള്ള കാലവിളംബവും അലംഭാവവും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. കാരണം അത് കോടതി മുമ്പാകെ ഇരിക്കുന്നതാണ്. ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് എല്ലാവരെക്കാൾ കൂടുതൽ ആഗ്രഹമുള്ള ഒരുത്തനാണ് ഞാൻ. കാരണം എന്നോടൊപ്പം പ്രവർത്തിച്ചതായ സഖാവ് KV സുധീഷ് എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് സുധീഷിനെ കാണാനിരുന്നതിൻ്റെ 3 ദിവസം മുമ്പ് താങ്കളുടെ തന്നെ പ്രവർത്തകർ പോയി ആ വീട്ടിലിട്ട് അമ്മയുടെ മുന്നിലിട്ട് അരിങ്കൊല ചെയ്തതും, അതുപോലെ തന്നെ ഭാസ്കര കുമ്പിളയെ കൊല ചെയ്തതും, ഈ ശ്രീകുമാറിനെ കൊല്ലം SN കോളേജിൽ കൊല ചെയ്തതും, ഇങ്ങനെ നിരവധി രക്തസാക്ഷികൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളുകൾ പോയതിൻ്റെ വല്ലാത്ത വേദന ഉള്ളത്. ഏത് വിദ്യാർത്ഥിയായാലും ഏത് മനുഷ്യനായാലും അവരുടെ എല്ലാം ജീവൻ വളരെ വിലപ്പെട്ടതാണ്, എല്ലാ മനുഷ്യൻ്റെയും. ആ മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കാത്ത മത തീവ്രവാദികളെയാണ് നാം കൃത്യമായി തിരിച്ചറിയേണ്ടത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതിനെ വളരെ ലാഘവവൽക്കരിക്കുക, ഇങ്ങനെ 3 വെടി ഇങ്ങനെ 3 വെടി വെച്ചപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയത് എന്നൊക്കെ പറഞ്ഞില്ലേ ഒരു നേതാവ്? ആര് എന്നിനി എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമോ? കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടായിരുന്നല്ലോ രാഷ്ട്രപിതാവിൻ്റെ കൊലപാതകം നടത്തിയത്. ആ കൊലപാതകത്തിന് ശേഷം നടത്തിയിട്ടുള്ള നരനായാട്ടുകൾ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത്, അതിലെല്ലാം തന്നെ വർഗീയ സംഘടനകൾക്ക് വലിയ പങ്കുണ്ട്. അത് RSSനെ പോലെ തന്നെയാണ് ഈ പറയുന്ന SDPIയും അവരുടേതായിട്ടുള്ള മറ്റു വിധത്തിലുള്ള സംഘടനകൾ. കുപ്പായം മാറുന്നത് പോലെ മാറും, അത്രേ ഉള്ളൂ. ഓക്കെ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ M. ജയചന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ M. ജയചന്ദ്രൻ, കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ്, ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്വന്തം നിലപാടും സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് SDPI. ഇപ്പോൾ നോക്കൂ, വളരെ നിരുപാധികമായ ഒരു പിന്തുണ ഇത്തരത്തിൽ UDFന്, കോൺഗ്രസിന് നൽകുകയാണ്. ഇത്തരത്തിലൊരു നിരുപാധിക പിന്തുണ നൽകണമെങ്കിൽ ഇത് നിരുപാധികം നേടിയതാണ് എന്ന് പറയാൻ കഴിയുമോ? ഇത് സംബന്ധിച്ച് ചില ചർച്ചകൾ നടന്നതായി എന്നുള്ള ചില മാധ്യമ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. നിരുപാധികം അവരിങ്ങനെ വന്ന് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണോ കോൺഗ്രസിന് ഉണ്ടായത്? ഇത് ഇപ്പം മാത്രമല്ല നീലിമ, ഇതിൻ്റെ ഒരു ഇവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ കാണാവുന്നത്, ഇതിപ്പോൾ 21ാം നൂറ്റാണ്ടാണല്ലോ, 2024. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യം പിന്നെ LDF അധികാരത്തിൽ വരുന്ന 2006-ലാണ്. ആ 2006-ൽ SDPI ഇല്ല, PFIയും ഇല്ല, അന്ന് NDF ആണുള്ളത്. അതെ, ഓർക്കുന്നില്ല? അന്നത്തെ NDF പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു. ആർക്ക്? UDFന്. എന്തായി സംഭവം? എന്തായി? റിസൾട്ട് വന്നപ്പോൾ 98 സീറ്റും നേടി VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി 2006-ൽ. 2011-ൽ ഇവർ പിന്തുണ കൊടുത്തത് UDFന്, 2016-ൽ ഇവർ പിന്തുണച്ചത് UDFനെ, 2021-ൽ ഇവർ പിന്തുണച്ചത് UDFനെ. ഇവരെന്താണ് UDFന് പിന്തുണ കൊടുക്കാതിരുന്നിട്ടുള്ളത് എന്ന് മാത്രം ആലോചിക്കൂ. ഇനി മറ്റൊരു കാര്യം, 2014-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. മലപ്പുറത്ത് ഇവരുടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എളമരം കരീം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. E. അഹമ്മദാണ് വിജയിച്ചത്. പക്ഷേ 47,000-ൽ പരം വോട്ട് നേടി സ്ഥാനാർത്ഥി, PFI സ്ഥാനാർത്ഥി അവിടെ എളമരം കരീം അവിടെ നേടി. അവരുടെ ട്രാക്ക് റെക്കോർഡിൽ ഏറ്റവും ഉയർന്ന, അവരൊറ്റയ്ക്കാണ് മത്സരിച്ചത്, ഏറ്റവും ഉയർന്ന സംഗതിയാണത്. പിന്നീട് 2019-ൽ വന്നപ്പോഴേക്ക് പിന്നെ പാറ്റേൺ മാറിയല്ലോ. SDPIക്ക് 10,000-ലധികം വോട്ടുകൾ കടന്ന 2 സ്ഥലങ്ങൾ, ഒന്ന് പിന്നെ മലപ്പുറവും പൊന്നാനി, പിന്നെ 3-ാമതൊരെണ്ണം കൂടെ ഉണ്ട്, അത് പത്തനംതിട്ട ആണ്. SDPI 3 സ്ഥലങ്ങളിൽ 10,000 കടന്നത്, മറ്റേ അത്ര അതൊന്നും വന്നുമില്ല.
ഇത് പിന്നെ ഇവരുടെ സ്ഥിരം ബാന്ധവം ഇപ്പോൾ മുമ്പേ ചർച്ചയിൽ ഇടയ്ക്ക് പിന്നെ അഡ്വക്കേറ്റ് എ സമ്പത്ത് ഒരു കാര്യം പറഞ്ഞല്ലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മീറ്റിംഗ് നടത്തിയത് മറ്റെവിടെയല്ല, അദ്ദേഹം ആ സ്ഥലം പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ആ സ്ഥലം പറയാൻ മടിയില്ല. കൊണ്ടോട്ടിയിലായിരുന്നു മീറ്റിംഗ്. കൊണ്ടോട്ടി മീറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ആ മീറ്റിങ്ങിൽ SDPI നേതാക്കളും ലീഗ് നേതാക്കളുമാണല്ലോ പങ്കെടുത്തത്. ആ പങ്കെടുത്തിട്ടുണ്ടാക്കിയ ധാരണ പ്രകാരം പിന്നെ വീണ്ടും സഹായിച്ചു UDFനെ. എന്തായി? LDF 99 സീറ്റിൽ ജയിച്ച് പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രിയായി. ഇന്നലെ SDPI നേതാവ് എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞു കേട്ടില്ലായിരുന്നു? എന്തായിരുന്നു കാരണം? ഇപ്പോൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള കാരണം കേട്ടില്ല, വിചിത്രമായ കാരണം കേട്ടില്ല. 2020 CAA സമരത്തിൽ ഉൾപ്പെട്ട കേസിലെ പ്രതികളോട് വിവേചനം കാണിക്കുന്നു പിണറായി സർക്കാർ. എന്ത് വിവേചനം? അതൊന്നും പറയില്ലല്ലോ. അവിടെ ഗൗരവ സ്വഭാവമാർന്ന കേസുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയും മറ്റുള്ളവരെ കേസെല്ലാം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് 3 ആഴ്ചയായില്ല. പക്ഷേ ഇത് തന്നെ കൊച്ചിയിൽ പറയുന്നതിന്, പത്രസമ്മേളനത്തിൽ പറയുന്നതിന് ഈ SDPI നേതാവിന് ഒരു മടിയുണ്ടായില്ല. അതുതന്നെയാണല്ലോ ചില ഈ വിഴിഞ്ഞം കേസുമായി ബന്ധപ്പെട്ട് മറ്റു ചിലർ പറഞ്ഞു പരത്തിയത്. അതിന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി എന്തും പറയും. അത് മറ്റൊരു കാര്യം. പിന്നെ എന്തുകൊണ്ടാണിത് എന്നുള്ളത് ഞാൻ പറയുന്ന ഒരു കാര്യം നിലിമ, ഇത് നിശ്ചയമായി LDF ഗൗരവത്തോടെ കാണേണ്ട ഒരു കേസ് തന്നെയാണിത്. ഈ ഇഷ്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവർക്ക് കഷ്ടിച്ച് 1% താഴെ കേരളത്തിൽ വോട്ടുള്ളൂ, 1% താഴെ. പക്ഷേ കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വേവലാതിയുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കഴിഞ്ഞ ഓണത്തെ പോലെ ക്ലീൻ സ്വീപ്പ് ആവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് തീരെ പരിതാപകരമായി പോയാലോ എന്നുള്ള ഒരു ധാരണയെ തുടർന്നാണ് പുതിയ ധാരണ രൂപപ്പെടുന്നത്. ആ ധാരണ പ്രകാരം ഞാൻ മനസ്സിലാക്കിയത് വെച്ചാണെന്നുണ്ടെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് വിലപേശൽ നടത്തിയത്. ആ വിലപേശൽ അംഗീകരിച്ചിട്ടുണ്ട് UDF, കോൺഗ്രസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ അങ്ങയോട് ചില ഉപാധികളുടെ പുറത്തല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ശ്രീ ജയചന്ദ്രൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ഇത് ചില ഉപാധികളുടെ പുറത്തല്ലേ ഇത്തരത്തിലൊരു ധാരണ ഉണ്ടായതെന്ന് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടായിരുന്നു. അതെ 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 അത്തരം ചില കണ്ടീഷൻസിൻ്റെ പുറത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ധാരണ അവർ അങ്ങ് പരസ്യമായി പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ വസന്ത് പറഞ്ഞത് ആണ് നമ്മൾ അടിസ്ഥാനമാക്കി എടുക്കുന്നതെങ്കിൽ, ഈ ചർച്ചയ്ക്ക് വേണ്ടി മാത്രമെങ്കിലും അത് വസന്ത് പറഞ്ഞത് അടിസ്ഥാനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവർ പിന്തുണ തന്നു, മതേതര പാർട്ടിയാണ് കോൺഗ്രസ്, വേണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സാണ്. കാരണം ഈ SDPIയുടെ പിന്തുണ കിട്ടുന്നതുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ അധപ്പതിച്ച് പോയല്ലോ എന്ന് കരുതുന്ന വോട്ടർമാർ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ആ പാർട്ടിയാണ്, ആ മുന്നണിയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഡോക്ടർ മുനീർ പറഞ്ഞ കാര്യം ശ്രീ സമ്പത്ത് പറഞ്ഞല്ലോ. മുനീർ എന്താണ് നിലപാട് എന്നുള്ളത് പറയണം. അദ്ദേഹം നാളെ പറയുമായിരിക്കും. സ്വാഭാവികമായും അദ്ദേഹം നേരത്തെ പറഞ്ഞ ഈ ചോദ്യം നാളെ ഉയർന്നു വരുമല്ലോ, പറയണം. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഈ SDPIയുടെ അവർ ഓഫർ ചെയ്തിരിക്കുന്ന പരസ്യമായ പിന്തുണ നിരുപാധികം എന്നൊക്കെ പറയുന്നുണ്ട് അവർ. എങ്കിലും ഇരിക്കട്ടെ, നിരുപാധികം എന്നുള്ള അവരുടെ ആ ഒരു വാദമുഖം തന്നെ എടുക്കാം. അത് ആ പിന്തുണ നിരാകരിക്കാതെ സ്വീകരിക്കുന്നത്, ഞങ്ങൾക്ക് വോട്ട് വേണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് ആക്ടിംഗ് പ്രസിഡന്റ് MM Hasan G ചോദിക്കുന്നത്. വോട്ട് വേണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇലക്ഷനല്ലേ ഇത്? പുള്ളി നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്, 2021 ചോദിച്ചിട്ടുള്ള ഇതേ ചോദ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട് ഇവിടെ. ഈ ധാരണ എന്ന് പറയുന്നത് തോൽവിയെ ഭയന്നുള്ള ധാരണയാണ് എന്ന് പിന്നെ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ പരസ്പരം പറയുന്നുണ്ട്. അണികളിലേക്ക് ഈ തരത്തിലുള്ള വികാരം എത്തുന്നത് കോൺഗ്രസ്സിന് നല്ലതാണോ എന്നുള്ളത് ആ പാർട്ടിയാണ് ചിന്തിക്കേണ്ടത്, ആ മുന്നണിയാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ ഏതായാലും ഞാനീ പറയുന്നത് ഒരു വോട്ടെങ്കിലും ഒരു വോട്ട് പിന്നെ ഈ ഇത്തരക്കാരുടെ UDFന് കിട്ടുന്നത് LDFനെ കൂടുതൽ ജാഗ്രതപ്പെടുത്തേണ്ടതുണ്ട്, വോട്ടർമാരെ കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഓക്കെ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇപ്പോൾ ഈ SDPIയുടെ പിന്തുണ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു നിസ്സാര സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല. അവർ വലിയ ഫ്യൂച്ചർ പ്ലാൻസ് കരുതിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് നിരുപാധിക പിന്തുണ നൽകുന്നൊരു സാഹചര്യമുണ്ടായത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ SDPIയുടെ കാര്യമാണല്ലോ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ധാരണയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.
2019 തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിനായി BJP പ്രവർത്തിച്ചു. ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, BJP സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറിയായ ജയരാജ് കൈമളാണ്. ഈ ജയരാജ് കൈമളും ഒന്നിച്ച് നമ്മൾ ഒരുപക്ഷെ എത്രയോ ചർച്ചകളിൽ ഒരുപക്ഷെ നമ്മൾ ഇരുന്നിട്ടുണ്ടാകും. BJPയുടെ വക്താവായൊക്കെ ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് പറഞ്ഞത് അടൂർ പ്രകാശിനായി BJP പ്രവർത്തിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ SDPIയുടെ വോട്ട് മാത്രമല്ല, ഇത്തരത്തിൽ BJPയുടെ വോട്ടും വാങ്ങാൻ നിങ്ങൾക്കൊരു മടിയില്ല. വളരെ കൃത്യമായ അന്തർധാരകൾ പുറത്തു വരികയല്ലേ ഇപ്പോൾ? SDPI എന്താ പറയുന്നത്, ഭീതി. നേരത്തെ സമ്പത്ത് പറഞ്ഞ എന്താ, SDPI മാത്രമല്ല RSS അടക്കമുള്ള RSSന്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു കക്ഷിയുടെയും വോട്ട് വാങ്ങേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. സാർ, ഇന്നത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനസംഘവുമായി ചേർന്ന് ഒരുമിച്ച് മത്സരിച്ച കാലം മറന്നുപോയോ? വോട്ട് കിട്ടിയത് മറന്നുപോയോ? ദേവരസ് ഡൽഹിയിൽ പ്രസംഗിച്ചത് ഓർമ്മയില്ലേ? നോക്കൂ, കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് CPMന്റെ ഗവൺമെന്റ് ആണെങ്കിലും നമുക്ക് സന്തോഷിക്കാം. നമ്മളുടെ കൂടെ പിന്തുണയോടുകൂടി ഭൂരിഭാഗം ഹിന്ദുക്കളുമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായി എന്ന് ദേവരസ് അന്നത്തെ വസന്ത്, ഇതൊക്കെ പലതവണ പലവട്ടം ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ സംഭവമാണ്. ഈ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലല്ലേ നമ്മുടെ ചർച്ച പോകുന്നത്? ഈ ജയരാജ് കൈമൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അതിലെന്താണ് മറുപടി? അല്ല നീലിമ, പുതിയ സംഭവത്തിലല്ല ചർച്ച. കാര്യം അങ്ങ് ത്രിപുര തൊട്ട് ബംഗാൾ വഴി കേരളത്തിൽ വഴി കന്യാകുമാരി പോയിട്ട് കൊടുക്കാൻ കത്താച്ചി കത്ത് നമ്മുടെ ദ്വീപ് വരെ, ലക്ഷദ്വീപ് വരെ സമ്പത്ത് പോയപ്പോ അങ്ങ് ഇടപെട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനു മുമ്പുള്ള ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഇവർക്കുള്ള പങ്കിനെ പറ്റിയാണ് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് വോട്ട് വാങ്ങിയപ്പോ ഇവർക്ക് RSS പിന്തുണയുള്ള കക്ഷിയുടെ വോട്ട് അന്ന് ഇവർക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായി അദ്ദേഹം ഇപ്പോ എന്താണ് നീലിമ ചോദിച്ചു ആറ്റിങ്ങിലെ കാര്യം. ഞാൻ അതിൽ നിന്ന് സ്കിപ്പ് ആവുകയല്ല, അതിന് ഉത്തരവുണ്ടിരിക്കും. ആറ്റിങ്ങലിൽ ആരായിരുന്നു കഴിഞ്ഞ തവണ കാൻഡിഡേറ്റ്? BJPയുടെ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നല്ലോ. സ്വാഭാവികമായും ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ BJPക്ക് എന്താണ് ഉണ്ടായത്? വോട്ട് വർധനമാണ് ഉണ്ടായത്. പിന്നെ എവിടെയൊക്കെ വോട്ട് മറിച്ചു എന്നത് വിശ്വസിക്കാൻ പറ്റും. രണ്ടാമതായി അങ്ങ് പറയുന്ന ആള് അതിനെ BJP ഓൺ ചെയ്തിട്ടുണ്ടോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് എന്താണ് SDPIയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോൾ അല്ലെങ്കിൽ പ്രസ് മീറ്റ് നടത്തുമ്പോൾ കൈരളിയുടെ അടക്കം ചോദ്യകർത്താക്കൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവർ ചോദിച്ചില്ലേ ഈ വിഷയം? അപ്പോ BJP ഓൺ ചെയ്യുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ കൽപ്പറ്റയിലെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ്. വസന്ത്, അങ്ങയുടെ ശ്രദ്ധയിലേക്കാണ്. കൽപ്പറ്റയിൽ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. സ്വാഭാവികമായും കെ സുരേന്ദ്രൻ കൽപ്പറ്റയിൽ തന്നെയുണ്ട്. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമല്ലോ. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാണുമല്ലോ. അത് വെയിറ്റ് ചെയ്യാം. BJPയുടെ പ്രതിനിധി തന്നെ നമ്മുടെ ചർച്ചയിലുണ്ട്. P ശ്യാംരാജ് എന്ന് പറയുന്നത് ചെറിയ നേതാവൊന്നുമല്ല. യുവമോർച്ചയുടെ നാഷണൽ സെക്രട്ടറിയാണ്. ആ കപ്പാസിറ്റിയിൽ മറുപടി പറയാൻ പറ്റുന്ന ആൾ നമ്മുടെ ചർച്ചയിൽ ഉണ്ട് താനും. പറഞ്ഞോളൂ. ഓക്കെ, ആയിക്കോട്ടെ. ഇവന്തോ അത് ഇനി കെ സുരേന്ദ്രൻ ഓൺ ചെയ്താൽ പോലും കോൺഗ്രസ് ഓൺ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് RSSന്റെ ഒരു വോട്ട് പോലും ഒരിടത്തും ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. സംശയം വേണ്ട. ഒരു വർഗീയ കക്ഷികളുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ആരുമായി യാതൊരു ധാരണയ്ക്കും പോകുന്നില്ല. നേരത്തെ ഞാൻ ജയരാജ് കൈമളിന്റെ വാക്കുകൾ താങ്കൾ കേട്ടിട്ടുണ്ടോ? ജയരാജ് കൈമളിന്റെ വാക്കുകൾ താങ്കൾ കേട്ടിട്ടുണ്ടോ, അഡ്വക്കേറ്റ് വസന്ത്? ഇല്ലെങ്കിൽ ഞാനത് കേൾപ്പിച്ചു തരാം. നമ്മുടെ കയ്യിൽ ആ ഓഡിയോ ഇരിപ്പുണ്ട്, വേണോ? എങ്കിൽ ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ പറയാം. ഇരട്ട വോട്ട് വിഷയം അടൂർ പ്രകാശിനെ അറിയിച്ചത് താനാണെന്ന് ജയരാജ് കൈമൾ. അങ്ങനെയാണ് ഇടത് മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ച സാഹചര്യമുണ്ടായത്. അതായത് ഇത്തരത്തിലൊരു വിഷയം നിങ്ങൾക്ക് പാരയായി വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളത് അഡ്രസ്സ് ചെയ്യൂ എന്ന് ആരാണ്? ജയരാജ് കൈമൾ, BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറി പറയുകയാണ്. അവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് പറയുകയാണ്. അങ്ങനെയാണ് ഇടതു മണ്ഡലത്തിൽ നിങ്ങൾ BJPയുടെ പിന്തുണയോടെ തന്നെ സഹായത്തോടെ ജയിച്ചു കയറിയത് എന്ന് ജയരാജ് കൈമളാണ് പറഞ്ഞത്, അല്ലാതെ ഇവിടുത്തെ CPMന്റെ പ്രതിനിധികളോ ആരുമല്ല. അതെങ്ങനെയാണ് വോട്ട് മറിച്ചുണ്ടാവുന്നത്? അല്ല, ഞാൻ ആ ഓഡിയോ കേട്ടില്ല. നീലിമ അങ്ങനോട് ക്ഷമിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങ് പറയുന്നതിന് ഈ വോട്ട് മറിക്കൽ മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ വോട്ട് മറിക്കൽ മാത്രമല്ല, ചില തന്ത്രങ്ങൾ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുമ്പോഴും വിജയമൊക്കെ ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞെന്താണ് അവിടെ ഫൈറ്റ് CPM വേഴ്സസ് കോൺഗ്രസ് ആണ് എന്ന് കൃത്യമായി അവർക്കറിയാം. അപ്പൊ ഇരട്ട വോട്ടുണ്ടാക്കിയിരിക്കുന്നത് പിടിക്കണ്ടായിരുന്നു എന്നാണോ നീലിമയുടെ പക്ഷം? അങ്ങനെയാണ് ഞങ്ങൾ ജയിച്ചതെന്ന് പറഞ്ഞാൽ
ജനാധിപത്യപരമല്ല ആ തെരഞ്ഞെടുപ്പ് വിജയം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇരട്ട വോട്ട് ഉണ്ടാക്കിയത് CPM ആണ് എന്ന് തെളിയപ്പെട്ടതാണല്ലോ അവിടെ. ഇരട്ട വോട്ട് ഞങ്ങൾ കണ്ടുപിടിക്കാതിരിക്കണമായിരുന്നോ? അത് ഞങ്ങളെ ഇനി ആര് പറഞ്ഞാലും BJPയുടെ ഓഫീസ് സെക്രട്ടറി അല്ല വഴിയെ പോകുന്ന ചേട്ടൻ പറഞ്ഞാലും ഞങ്ങളത് പരിശോധിക്കും. ഈ തവണയും പരിശോധിക്കും, ഇനിയുള്ള തവണകളിലും അക്കാര്യത്തിൽ BJPയുടെ പ്രതിനിധിയുടെ വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ട്. 2019 എന്ന് പറയുന്നത് വലിയ ഒരുപാട് കാലമൊന്നും നമുക്ക് പുറകോട്ട് പോണ്ട ശ്യാംരാജ്. ആ സമയത്ത് മോദിയുടെ വലിയൊരു തരംഗം, നിങ്ങൾ രാജ്യത്ത് വളരെ കൃത്യമായി ജയിച്ചു കയറും എന്നുള്ള വലിയ പ്രതീക്ഷയൊക്കെ വച്ചു പുലർത്തിയ ഒരു സാഹചര്യം അതുപോലെ സംഭവിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു എതിരാളിയൊന്നും ആയിരുന്നില്ല 2019 അല്ലേ? പക്ഷേ അവിടെയും കോൺഗ്രസിനെ സഹായിക്കാനുള്ളൊരു മനസ്കത നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായി. അത് ഗ്രൂപ്പിൻ്റെ ഭാഗമായി വന്നതാണോ അതോ കോൺഗ്രസിനോടുള്ള സ്നേഹം മൂലം, അടൂർ പ്രകാശിനോടുള്ള സ്നേഹം മൂലം വന്നതാണോ? അതാണോ ജയരാജ് കൈമളിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകേണ്ടത്? കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് സംവിധാനമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? ഈ 2019 ജയരാജ് കൈമൾ ഞങ്ങളുടെ ഓഫീസ് സെക്രട്ടറി അല്ല. ഇപ്പം നാളെ നിങ്ങൾ പറയുക പത്മജ വേണുഗോപാൽ BJP നേതാവായിട്ടുള്ള പത്മജ വേണുഗോപാൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിച്ചിരുന്നല്ലോ എന്ന് നിങ്ങൾ പറയും. ഒരു വ്യക്തത, ഒരു കാര്യം ശ്യാംരാജ്, ഈ ഓഫീസ് സെക്രട്ടറി ആകുന്നതിന് മുമ്പേ നിങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. വളരെ അടുത്ത ബന്ധം. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അത്തരത്തിൽ സംഘടനാ ചുമതലകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയരാജ് കൈമൾ ഇന്നലെ ഓഫീസ് സെക്രട്ടറി ആവുന്ന ഒരാളല്ല. കുറെ നാളുകളായി BJP സംസ്ഥാന നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരവ് നിങ്ങൾ തന്നെ പറയല്ലേ? ഞാൻ പറയട്ടെ, അദ്ദേഹം ഒരു സെഫോളജിസ്റ്റ് ആണ്. ഈ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടായിട്ടുണ്ടാവും. ഞാനീ പറയുന്നത് 2019 ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ എന്തെങ്കിലും ഒഫീഷ്യൽ ചുമതല ഇരുന്നയാളല്ല. 1, 2 ഇനി ഓഫീസ് സെക്രട്ടറിക്ക് എന്താണ് ഇതിനകത്ത് കാര്യം? നിങ്ങളും ഒരു ഇവിടെ സംഭവസാറൊക്കെ ഇരിപ്പുണ്ടല്ലോ, ഒരു കേഡർ സംവിധാനത്തിലുള്ള ഒരു ഓഫീസ് സെക്രട്ടറിക്ക് എങ്ങനെയാണ് ഈ വോട്ട് മറിക്കാൻ വേണ്ടി പറ്റുക? ഓഫീസ് സെക്രട്ടറിയുടെ റോൾ എന്താണ്? ഓഫീസിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഇലക്ഷൻ ടൈം ആണെങ്കിൽ ഇലക്ഷൻസ് ടൈമിലെ നാഷണൽ ലീഡേഴ്സ് വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഓഫീസിന് സംവിധാനങ്ങൾ ചലിപ്പിക്കലാണ്. അങ്ങനെ പോലും ആയിരുന്നില്ല. ഓഫീസ് സെക്രട്ടറി പോലും അല്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു എത്രയോ പേർ BJPയിലേക്ക് വരുന്ന നീലിമ. ഈ കഴിഞ്ഞ കാലഘട്ടം നിങ്ങളടുത്ത് എത്രയോ പേർ BJPയുടെ വികസന പദ്ധതികൾ കണ്ടിട്ട് ഈ രാജ്യത്തിനെ മുമ്പോട്ട് നയിക്കുന്നതിനോട് നിരവധി ആളുകൾ കോൺഗ്രസ് നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നൊക്കെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നാളെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJPക്ക് പിന്തുണച്ചു എന്ന് പറയോ? ശ്രീ CK പത്മനാഭൻ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നയാളല്ലേ? അദ്ദേഹം ഇനി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണ്ട് വേണ്ടി പ്രവർത്തിച്ചു നിങ്ങൾ പറയും? ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ ഏതോ കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നോക്കേണ്ട. വിഷയമെന്ന് പറയുന്നത് SDPIയുമായിട്ട്, പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്കും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമുള്ള ബന്ധം എന്താണെന്നുള്ളതാണ്. ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇതൊന്നും ഒളിച്ച് മാറാനൊന്നും വേണ്ടി പറ്റത്തില്ല. കഴിഞ്ഞ കർണാടക അസംബ്ലി ഇലക്ഷന് മംഗലാപുരത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഒരുമിച്ച് നിന്നുള്ള വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവരുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇന്ന് VD സതീശൻ്റെ പത്രപ്രസ്ഥാനം നിങ്ങൾ കണ്ടിരുന്നോ? ഏതെങ്കിലും ഒരു സമയത്ത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഉറച്ചു പറയാൻ വേണ്ടി ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇനി ശ്രീ സമ്പത്ത് അദ്ദേഹം വരുന്നുണ്ടല്ലോ, അദ്ദേഹം അഭിമന്യുവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പോലും പോപ്പുലർ ഫ്രണ്ട് എന്നുള്ളൊരു വാക്കുച്ചരിക്കാൻ വേണ്ടി തയ്യാറുണ്ടോ? നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കൂ. ഈ ചർച്ച നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കൂ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണയ്ക്കുന്ന അവരോടുള്ള മൃദു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇന്ന് കോൺഗ്രസ് SDPയുടെ വോട്ട് വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, എലക്ഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ തൊടാതെ ഒരു മുട്ടാപ്പോക്കാണ് പോകുന്നത്. അല്ലാതെ ഉറപ്പിച്ച് പറയുവാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, പോട്ടെ SDPയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് പാർട്ടിയും പറഞ്ഞിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഈ രണ്ട് കൂട്ടരും, കേരളത്തിൽ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDFും രണ്ട് കൂട്ടരും ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ കേരളത്തിൽ മുലപ്പാലൂട്ടി വളർത്തിയിട്ടുള്ളത്. രണ്ട് കൂട്ടർക്കും അങ്ങനെയാണ് ഇക്കാര്യത്തിൽ അങ്ങയുടെ പ്രതികരണം. അഡ്വക്കേറ്റ് സമ്പത്തിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് സമ്പത്ത്, ഒന്ന്, ഈ ജയരാജ് കൈമളിനെ രണ്ടുപേരും കൈയൊഴിയുന്ന ഒരു സാഹചര്യം. ജയരാജ് കൈമള് BJPയുടെ ഭാഗമേ അല്ല എന്ന് വരുത്തി തീർക്കാനാണ് BJPയുടെ പ്രതിനിധി ശ്രമിച്ചത്. അല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. വളരെ പെട്ടെന്ന് ഒരാൾ ഒരു BJP പോലൊരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറിയായി വളരെ പെട്ടെന്നൊന്നും വരില്ലല്ലോ. അത് ക്രമാനുഗതമായ പാർട്ടി പ്രവർത്തനത്തിലൂടെയൊക്കെയല്ലേ ഒരു ഓഫീസ് സെക്രട്ടറി എന്ന് പറയുന്നത്
ഒരു തന്ത്രപ്രധാനമായ പോസ്റ്റ് തന്നെയാണ്. കാരണം ആ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ആഭ്യന്തര രഹസ്യങ്ങളടക്കം അറിയുന്ന ഒരാളാണ് ഓഫീസ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുണിച്ചും ഹരിച്ചും ഒക്കെ നിങ്ങൾ അങ്ങനെ ശരി, ഗുണിച്ചാലും ഹരിച്ചാലും ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ തസ്തികയല്ല, അത് ചെറിയ തസ്തികയല്ല എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വകതിരിവ് എനിക്കുണ്ട്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് സമ്പത്ത്, അപ്പോൾ ആറ്റിങ്ങലിൽ നടന്നത് എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളാണ് താങ്കൾ. ആറ്റിങ്ങൽ മണ്ഡലം എന്താണ്, അവിടെ നടന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്താണ്, അവിടെ എന്തെല്ലാം അടിയൊഴുക്കുണ്ടായി എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളാണ്. 2019 എന്താണ് സംഭവിച്ചത്? നോക്കൂ, നമ്മുടെ ഈ ചർച്ചയിൽ ഇപ്പോൾ BJPയുടെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും അവരുടേതായ രാഷ്ട്രീയ വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ചും ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങേറ്റം ഡിഫെൻഡ് ചെയ്യാനായും ഒക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിൽ ഈ സത്യവിരുദ്ധമായ കാര്യങ്ങളും അർത്ഥസത്യങ്ങളും അത് ചാലിക്കുന്നത് അതൊരു നമ്മുടെ ഒരു ചർച്ചയ്ക്ക് അതൊരു ഒരു അതിൻ്റെ ഒരു എന്താ നമ്മൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദം, അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമായി അസത്യങ്ങൾ പറയുന്നത് കൊണ്ട് അത് നശിപ്പിക്കരുത്. ഒന്ന്, സഖാവ് പിണറായി വിജയൻ ജനസംഘത്തിൻ്റെ സഹായം തേടി എന്ന് കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞൊരു കാര്യം ഞാൻ അഡ്വക്കേറ്റ് ബസന്തനോടുള്ള സ്നേഹപൂർവ്വം ഞാൻ അദ്ദേഹത്തോട് പറയട്ടെ. 1977 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ജനതാ പാർട്ടി കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം. ജനതാ പാർട്ടിയുടെ നേതാവായി മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കോൺഗ്രസിൻ്റെ അധികാര കുത്തക അവസാനിച്ചു എന്ന് സഖാവ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞതും ശരി. ജനസംഘത്തിൻ്റെ പിന്തുണയോട് കൂടിയാണെങ്കിൽ ഇന്ന് കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായി. കാരണം ഇവിടെ ലീഗിൻ്റെ പിന്തുണ ഇല്ലാതെ ഒരു കാരണവശാലും കോൺഗ്രസിന് കേരളത്തിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ 3 MLA-മാരുടെ പേര് പറയാം. ജനതാ പാർട്ടിയുടെ കൂടി പിന്തുണ ഉണ്ടായിരുന്ന ആ മുന്നണി ഉണ്ടല്ലോ, CPIM, ജനതാ പാർട്ടി, അതിൽ ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഒരാളുടെ പേര് ശ്രീ PPV മൂസ, ഇടക്കാട് നിന്നാണ് ജയിച്ചത്. മറ്റൊരാൾ ശ്രീ PM അബൂബക്കർ സാഹിബ്, കോഴിക്കോട് 2-ൽ നിന്നാണ് ജയിച്ചത്. അദ്ദേഹം പിന്നെ മന്ത്രിയുമായിരുന്നു. മറ്റൊരാൾ ശ്രീ KP രാമൻ, അന്ന് സംവരണ മണ്ഡലത്തിൽ നിന്ന് അഖിലേന്ത്യാ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചതാണ് കുന്നമംഗലത്ത് നിന്ന്. ഇവരെല്ലാം ജയിച്ചതും അങ്ങനെ ഈ പറയുന്ന ഇങ്ങനെ ജനസംഘത്തിൻ്റെ പിന്തുണയോട് കൂടിയാണ് എന്ന് പറയുമോ? അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ നമ്മൾ പറയുന്നതിൽ ആ കൃത്യമായ സത്യസന്ധത പാലിക്കുന്നത് നമുക്കെല്ലാവർക്കും നല്ലതാണ് ഈ കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യം, BJPയുടെ പ്രതിനിധി ഇവിടെ ഇത് പറയുമ്പോൾ ഈ വല്ലാതെ ഡിസോൺ ചെയ്യാനായി, ഒരു വ്യക്തിയെ ഡിസോൺ ചെയ്യാനായി ഇങ്ങനെ ഒരു വലിയ പരിശ്രമം നടന്നു. അത് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഇത് ഈ ചില പണ്ട് നമ്മൾ പറയുമല്ലോ, കുട്ടി വിളിച്ചു പറഞ്ഞു കൊണ്ടേ നടന്നു, അച്ഛൻ പത്തായത്തിലും ഇല്ല, അച്ഛൻ പത്തായത്തിലും ഇല്ല, അച്ഛൻ പത്തായത്തിലും ഇല്ല. ഇവിടെ നടന്നിട്ടുള്ള വിഷയം എന്താണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നത്, അന്ന് ഈ നാട്ടിൽ നമ്മുടെ ഇവിടെ പ്രചണ്ഡമായ പ്രചരണം നടത്തിയത് എന്തായിരുന്നു? UDF. ഇതാ പ്രധാനമന്ത്രി വന്നിരിക്കുന്നു, മഹാലക്ഷ്മി വീട്ടിൽ വരുമ്പോൾ പുറങ്കാല് കൊണ്ടാണോ ചവിട്ടിക്കളയുക? ഇനി പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ പരിവാരങ്ങളുമായി ഇവിടെ നിന്ന് നമ്മുടെ ഈ നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലും UDFന് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്. അത്തരത്തിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? എല്ലാവർക്കും അറിയാവുന്ന കണക്കുകളാണ്. LDFന് അടക്കം ലഭിക്കുമായിരുന്ന വോട്ടിലൊരു ഷിഫ്റ്റ്. ഈ വോട്ട് എന്നുള്ളത് കൃത്യമായ എല്ലാവരുടെയും വോട്ട് ബാങ്കാണ് എന്ന് ആരും കണക്കാക്കണ്ട. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടി, CPMന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടി, ഇപ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടി, ഇപ്പോൾ ലീഗിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടി, അല്ല കേരള കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടി. നമ്മളതെല്ലാം വിശകലനം ചെയ്യുന്നത് നല്ലത് തന്നെ. എന്തുകൊണ്ട് അത് നമുക്ക് ഇത്തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടി നേടിയത്? ഒരു കൂട്ടർ എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ പരാജയപ്പെടാനിടയായ സാഹചര്യം, എന്നോടൊപ്പമുള്ള പല സഖാക്കളും പരാജയപ്പെടാനിടയായ സാഹചര്യം, അത്തരത്തിൽ നമ്മുടെ 17ാമത് ലോക്സഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ അത്തരത്തിൽ കോൺഗ്രസ് വന്നില്ല എങ്കിൽ, പിന്നെ രാഷ്ട്രപതി ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിച്ചില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതെല്ലാം അന്ന് ഭാഗ്യവശാൽ അന്ന് ഈ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് ഉണ്ടായില്ല. അതുകൂടി ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായാലും. എന്നാൽ കോൺഗ്രസിൽ നിന്നുള്ള വോട്ട് BJPയിലേക്ക് പോയില്ല എന്ന് അത്തരത്തിൽ കോൺഗ്രസിനും പറയാൻ കഴിയില്ല, ലഭിച്ചില്ല എന്ന് BJPക്കും പറയാൻ കഴിയില്ല. ഇവിടെ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, SDPI ബന്ധത്തെ സംബന്ധിച്ച് നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ വേറെ പല കാര്യങ്ങളിലേക്കും പോകുന്നത് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നത്. നീലിമ ഉദ്ദേശിച്ച SDPI ബന്ധം, ഞാനിവിടെ ഇരിക്കുന്നത് ഇപ്പോൾ കാട്ടാക്കടയിലെ CPIMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ്. വളരെ ദൂരെ എങ്ങുമല്ല, ഈ പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഞാൻ പറഞ്ഞത്.
നമ്മുടെ നാട്ടിലെ LDF-നെതിരായി അത്തരത്തിൽ എന്താ ഓമനക്കുട്ടൻ കള്ളനാണ് എന്ന് പോലും വിവക്ഷിച്ച് അറിയാമല്ലോ ഏത് പ്രധാനപ്പെട്ട ചാനലാണ് എന്നുള്ളത്. അവർ തന്നെ പറയുകയുണ്ടായല്ലോ SDPI അങ്ങനെ വോട്ട് ചെയ്തതുകൊണ്ട് അങ്ങനെ വിജയിച്ച LDF-ൻ്റെ പ്രതിനിധികൾ അവർ രാജിവെച്ചു എന്നുള്ളത്. നമുക്കൊരു കാരണവശാലും പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇത്തരത്തിലുള്ള അത് പോപ്പുലർ ഫ്രണ്ട് എന്ന് ഞാൻ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ല എന്ന് പോപ്പുലർ ഫ്രണ്ട് എന്ന് വീണ്ടും പറയുന്നു, NDF എന്ന് വീണ്ടും പറയുന്നു. അല്ല ഇനി അതിന് വേറെ എന്തെങ്കിലും പേരിട്ട് അവർ നേരത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വഭാവം ഒന്ന് തന്നെയാണ്. ഒരു മടിയുമില്ല, ഒരു മടിയുമില്ല. അതിനകത്ത് സോഷ്യലും ഇല്ല, ഡെമോക്രസിയും ഇല്ല. അതൊരു ജനാധിപത്യ നേരത്തെ ജയരാജ് കൈമളിനെയൊക്കെ ഡിസോൺ ചെയ്യുന്ന കണ്ടു. പക്ഷേ എനിക്കിപ്പോൾ ഞാനതിൽ ഒരു വ്യക്തത തേടിയിരുന്നു കേട്ടോ. നിങ്ങളുടെ സോഴ്സിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞ വിവരമാണ്. ഇയാൾ ക്ഷമിക്കണം, ജയരാജ് കൈമൾ 2019 ഇലക്ഷൻ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറിയാണ്. കുമ്മനത്തിൻ്റെ കാലത്ത് BJPയുടെ ഓഫീസ് സെക്രട്ടറിയാണ്. ഇതാണ് BJPയുടെ സോഴ്സിൽ നിന്നും എനിക്ക് കിട്ടിയ വിവരം കേട്ടോ ശ്യാംരാജ്. അങ്ങനെ ജയരാജ് കൈമളിനെ തള്ളിക്കളയല്ലേ. ഇപ്പോൾ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്തൊക്കെ നേരത്തെയും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സമ്പത്ത് വെച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അഡ്വക്കേറ്റ് വസന്ത് സിറേക്കിലേക്കാണ്. വസന്ത്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ വിഷയം BJP വലിയ തോതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ SDPIയുമായി ഒരു സഖ്യം എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമ്മാതിരി പ്രചരണം അമിത് മാളവി ഉൾപ്പെടെയുള്ള ആളുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു അപകടം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. വസന്ത്, അങ്ങയുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല, മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതൊന്ന് ക്ലിയർ ആക്കി അങ്ങയിലേക്ക് ഞാൻ തിരികെ എത്താം. ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? വളരെ വളരെ കൃത്യമാണ് കോൺഗ്രസിന്റെ സ്റ്റാൻഡ്. ഞങ്ങൾ അവരുമായി യാതൊരുവിധ സഖ്യ ചർച്ചയും നടത്തിയിട്ടില്ല, ഇങ്ങോട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് മറ്റൊരു ചർച്ച നടത്തിയിട്ടില്ല, ചർച്ച നടത്താനും ഉദ്ദേശിക്കുന്നില്ല. ഇറ്റ്സ് ക്ലിയർ. പക്ഷേ നിങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട, ഇത്തരത്തിൽ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ എന്തുകൊണ്ടാണ് കാണിക്കാത്തത്? ഞങ്ങൾക്ക് ഒരു വർഗീയ കക്ഷിയുടെ പിന്തുണ ആവശ്യമില്ലെന്ന് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് അല്ല, അങ്ങനെയാണെങ്കിൽ VD സതീശൻ അക്കാര്യം പറഞ്ഞൂടെ? SDPIയുടെ എന്നല്ല, ഒരു വർഗീയ പാർട്ടിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ. അത് എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? രമേശ് ചെന്നിത്തല പറയുന്നില്ല, MM ഹസൻ പറയുന്നു. MM ഹസൻ കുറച്ചുകൂടി കടത്തി പറയുകയാണ്, ഒരു പാർട്ടിയെ വർഗീയ പാർട്ടി എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അപ്പൊ SDPI ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പോലും കോൺഗ്രസ് വിശ്വസിക്കാത്തൊരു സാഹചര്യമാണോ ഇപ്പോൾ? യാതൊരു തരത്തിലുമില്ല. ഞങ്ങൾക്ക് SDPI എന്നല്ല യാതൊരു വർഗീയ കക്ഷിയുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരു പെട്ടെന്ന് പോകേണ്ടതുണ്ട്, സമയം തീർന്നോക്കാം. ശ്രീ ഡോക്ടർ സമ്പത്ത് നേരത്തെ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം എന്താണ് പറഞ്ഞത്? RSSുമായി ഞങ്ങൾക്ക് ബാന്ധവം ഉണ്ടായിട്ടില്ല, ജനസംഘമാണ് അത്, മൊറാലിറ്റി ദേശായിയുടെ മൂവ്മെന്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കൂ, LK അദ്വാനിയുടെ കൂടെയാണ് നിങ്ങളുടെ നേതാവ് ഇരിക്കുന്നത്. LK അദ്വാനി ആരാണ് എന്നറിയാലോ, അന്നും LK അദ്വാനി ആരാണ് എന്നറിയാമല്ലോ. RSSന്റെ പിന്തുണ ആ കാലത്തും ജനസംഘത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അന്നത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അതുകൊണ്ട് അതിനെ വെള്ളപൂശായിരിക്കുന്നതാണെന്നല്ല. ഒരു മിനിറ്റ്, ശ്യാംരാജിന് കൂടി ഒരു ഉത്തരം. ശ്യാംരാജ് പറഞ്ഞ എല്ലായിടത്തും വർഗീയ കക്ഷികളുമായി കോൺഗ്രസ് കൂട്ടുകൂടുന്നു അത്രയും. കാശ്മീരിൽ PDPയെ നിങ്ങൾ എന്താണ് എല്ലാ കാലത്തും വിളിച്ചുകൊണ്ടിരുന്നത്? രാജ്യം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദി കക്ഷി എന്നാണ് PDPയെ വിളിച്ചത്. എന്നാൽ അതേ PDPയുമായി കാശ്മീരിൽ സഖ്യസാധ്യത ഉണ്ട് എന്ന് കണ്ടപ്പോ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ പോയി കാശ്മീരിൽ നിന്ന് ചായ കുടിച്ച് ആപ്പിൾ പറിച്ച് നിന്ന് സഖ്യമുണ്ടാക്കി സർക്കാർ ഉണ്ടാക്കിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് രാജ്യം ഒട്ടുക്കും. കാശ്മീരിലെ കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മേഘാലയയിൽ കൊങ്ങാട് സാങ്മെ ജയിലിൽ പോയി കാണേണ്ടി വരുമെന്ന് അമിത്ഷാ പ്രസംഗിക്കുന്നു. പിറ്റേന്ന് ഇലക്ഷൻ റിസൾട്ട് വരുന്നു. അതേ സാങ്മയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നിങ്ങൾ സഖ്യമുണ്ടാക്കുന്നു. അങ്ങനെ രാജ്യം ഒട്ടുക്കും. എവിടെയാണോ അധികാരം ആ കൂടെ കൂടിയിട്ടുള്ളവരാണ് നിങ്ങൾ. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, M ജയചന്ദ്രൻ, ഇത് ഒരു ഇലക്ഷൻ ഘട്ടമാണ്. വളരെ കൃത്യമായി ഓരോ വാക്കും സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരു സമയം തന്നെയാണ്. പക്ഷേ നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയാണ്, CAA വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ SDPI വിഷയത്തിൽ
അതിനെ തള്ളിപ്പറയാൻ പോലും തയ്യാറാകുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ വൻ നഷ്ടമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും തർക്കമുണ്ടോ? അല്ല, ഇതിൽ ഒരു കാതലായ പ്രശ്നമുള്ളത് നീലിമ എന്താണെന്നറിയാമോ? അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ ഈ ഇലക്ഷനിയറിങ്ങിൽ, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വളരെ കൃത്യമായി നമ്മൾ കാണുന്നൊരു കാര്യം, കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അടിമുടി അവരുടെ നിലപാട് ആ കമ്മ്യൂണിറ്റി ആകെ പുനഃപരിശോധിക്കുകയും മാറ്റുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവരെ വല്ലാതെ UDF-നെ, ലീഗിനെയും കോൺഗ്രസിനെയും വിശേഷിച്ചും വല്ലാതെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ പരിഹാരമാണ് അവർ തേടിയത്. ആ പരിഹാരം ഉണ്ടാക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ദേശീയ പ്രാധാന്യമുള്ള പദവിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് കേട്ടോ അതിന് ബിഹൈൻഡ് ദ കർട്ടൻ ഇക്കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അറിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇനി വരുന്ന നാളുകളിലാണ് അറിയാനിരിക്കുന്നത്. പക്ഷേ ഇത് BJP ദേശീയമായി ഏറ്റവും വലിയൊരു ആയുധമായി എടുത്തു കഴിഞ്ഞു. കാരണം നിരോധിക്കപ്പെട്ട സംഘടനയാണ് PFI. അതിൻ്റെ രാഷ്ട്രീയ വിഭാഗമാണല്ലോ SDPI. അവർ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു പത്രസമ്മേളനത്തിലാണ്, പ്രത്യേകിച്ച് എറണാകുളം പ്രസ് ക്ലബ്ബിൽ. അത് ഡിസോൺ ചെയ്യാൻ താല്പര്യമില്ല കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ ആർക്കും തന്നെ. കിട്ടിയാൽ പോരട്ടെ എന്നുള്ള നിലയിലൊക്കെ ഒഴുക്കം മട്ടിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതുണ്ടാക്കുന്ന കേരളത്തിലെ UDF വോട്ടർമാരിലുണ്ടാക്കുന്ന ആശയക്കുഴപ്പം, മുസ്ലിം വോട്ടർമാർ സൃഷ്ടിക്കുന്ന ഒരു തരത്തിൽ അരക്ഷിതാവസ്ഥ, ഇതൊക്കെ കൂടെ ചേർത്താണ് BJP ദേശീയമായി കോൺഗ്രസിനെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതിന് അതിൻ്റെ ആഘാതത്തെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ധാരണയില്ല എന്നാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ കേരളത്തിലെ 10 വോട്ട് കിട്ടിയാൽ അതെങ്ങനെയും പോരട്ടെ എന്നുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥയിലാണ് ആ പാർട്ടി എത്തി നിൽക്കുന്നത്. അതാണ് അതിൻ്റെ ഗതികേടും പതനവും. ശ്യാംരാജ്, ഇത് ഇന്ന് കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. മുഖ്യമായും അദ്ദേഹം ലക്ഷ്യം വെച്ചത് അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് തന്നെയാണ്. നോക്കൂ, രാഹുൽ ഗാന്ധി, നമുക്കറിയാം ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ചു കയറുന്നത് കൃത്യമായ മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ വോട്ടുകൾ നേടിയാണ്. അവിടെ കോൺഗ്രസിനേക്കാൾ സ്വാധീനമുള്ളത് മുസ്ലിം ലീഗാണ്. അവിടെ ആ പച്ചക്കൊടി മാറ്റിവെച്ച് അദ്ദേഹത്തിന് പ്രചരണത്തിന് ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. കാരണം വർഗീയമായി നിങ്ങൾ ആ ഒരു സംഭവം പോലും, ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ചത് മുഴുവൻ പാകിസ്ഥാൻ കൊടിയുമായി നിന്ന് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു. വർഗീയമായി ഉപയോഗിക്കാനുള്ള ഒരു അവസരവും പാഴാക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് കോൺഗ്രസ് നിങ്ങളെ സഹായിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്, അല്ലേ? ഒന്ന് നോക്കൂ, ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കേവലമായിട്ട് ഒരു രാഷ്ട്രീയമായിട്ടൊരു വിഷയം മാത്രമല്ല. ഇപ്പോൾ അവലും മലരും കുന്തിരിക്കൊക്കെ വീട്ടിലെടുത്ത് വെച്ചോ എന്ന് പറഞ്ഞ് കേരളത്തിലെ BJP-കാരോടോ RSS-കാരോടോ മാത്രമൊന്നുമല്ല. ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ നിങ്ങൾ പലപ്പോഴും ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ SDPI വെറും ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ മാത്രമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ അതൊരു ഈ പോപ്പുലർ ഫ്രണ്ട് അതൊരു പൊളിറ്റിക്കൽ പാർട്ടി മാത്രമാണെന്നുള്ള വിശ്വാസം ഒരു തരത്തിലും നല്ലത് ഇല്ലെങ്കിൽ നല്ലത്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ കേരളത്തിൽ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെയല്ല. കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് മൊത്തം അപകടകരമായിട്ടുള്ളൊരു പ്രസ്ഥാനം തന്നെയാണ് SDPI, അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഇൻ്റർനാഷണൽ ലെവലിലുള്ള പല തീവ്രവാദ സംഘടനകളുമായിട്ടും അവർക്ക് ബന്ധമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അവരുടെ ദേശീയ നേതാക്കന്മാരടക്കമുള്ള ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അത്തരമൊരവസരത്തിൽ അത്തരമൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞാലോ അതല്ലെങ്കിൽ LDF-ന് പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞാലോ ഞങ്ങളത് സ്വാഭാവികമായിട്ടും വലിയൊരു ക്യാമ്പയിൻ തന്നെ നടത്തും. കാരണം അത് ജനങ്ങൾക്ക് മുമ്പിലോട്ട് വയ്ക്കുകയാണ്. ജനങ്ങൾ അറിയണം ഈ നാടിനെ അരക്ഷിതാവസ്ഥയിലോട്ട് നയിക്കുന്നത് ആരാണ്, ഈ നാട്ടിലെ തീവ്രവാദികളുടെ പിന്തുണയോട് കൂടിയിട്ട് ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണ് എന്നുള്ളത് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലോട്ട് വെക്കുമെന്നേ. അത് അന്നും വെച്ചിട്ടുണ്ട്, ഇന്നും വെച്ചിട്ടുണ്ട്, ഇനിയും വെക്കുക തന്നെ ചെയ്യും. അത് കോൺഗ്രസ് ഓരോ കാര്യം ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അതിനെ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലോട്ട് വെക്കുക തന്നെ ചെയ്യും. ഇത് കേവലമായിട്ട് ചെറിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയവുമല്ല, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അഡ്വക്കേറ്റ് A. സമ്പത്തിലേക്ക് കൂടി പോയ ശേഷം ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ട് ഉയർത്തിയിരിക്കുന്ന ഭീഷണി എന്ന് പറയുന്നത് കോൺഗ്രസ് ഇപ്പോൾ യഥാർത്ഥത്തിൽ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഒരു സാഹചര്യമാണ്. അവർ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിലേക്കുള്ള അവർ ഉദ്ദേശിക്കുന്ന വോട്ട് ബാങ്ക് പോലും അവരിൽ നിന്ന് അന്യമാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ പോകുകയാണ്. യഥാർത്ഥത്തിൽ
ഈ കോൺഗ്രസ് ഇവിടെ നശിക്കരുത് എന്നാണ് മതനിരപേക്ഷ കക്ഷികളെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ആഗ്രഹത്തിനപ്പുറത്ത് ചില സംസ്ഥാനങ്ങളിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരുടെ ദേശീയ താല്പര്യം പോലും ബലി കഴിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ എന്താണ് വിളിക്കേണ്ടത്? നീലിമ, ഇവിടെ നോക്കൂ, കേരളത്തിൽ ആദ്യമായി വാട്സാപ്പ് വഴി ഹർത്താലിന് ആഹ്വാനം ചെയ്ത ഒരു കൂട്ടരുണ്ട്. ഞാൻ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊന്നും അവരെ പറയുന്നില്ല. ആരായിരുന്നു? SDP ആയിരുന്നല്ലോ. ഈ കൂട്ടർ ഇത്തരത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെതിരായി നിയമ നടപടികൾ കൈക്കൊണ്ടു, ഇല്ലേ? അങ്ങനെ കൈക്കൊണ്ടത് മാത്രമല്ല, ആലപ്പുഴയിലെ നേരത്തെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു കുട്ടിയെ കൊണ്ട് ഇത്തരത്തിൽ ആ ഒരു മുദ്രാവാക്യം വിളിപ്പിക്കലും കാര്യങ്ങളുമെല്ലാം വല്ലാതെ വർഗീയതയുടെ തീ പടർത്തുന്ന നിലയിലേക്ക് വെടിമരുന്നിന് തീ പിടിപ്പിക്കുന്നത് പോലെയുള്ള. അപ്പോൾ ഇതിനെതിരായി നിയമ നടപടികൾ കൈക്കൊണ്ടപ്പോൾ കേരള നിയമസഭയിൽ ആരൊക്കെയാണ് എഴുന്നേറ്റ് നിന്ന് കേരള ഗവൺമെൻറ്റിനെതിരായി നിലപാടെടുത്തതും അത്തരത്തിൽ ശകാരവർഷം ഉന്നയിച്ചതും? കോൺഗ്രസിൻ്റെ നേതാക്കളല്ലേ? അപ്പോൾ അറിയാമല്ലോ ആരുടെ ചോറാണ് ഉണ്ടിട്ട് നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കേരളീയ സമൂഹത്തിലെ ജനങ്ങൾ, അവർ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും, അവർ കേരളത്തിൻ്റെ പൊതുസമൂഹം എന്നത് വർഗീയവാദികളല്ല. MV ഗോവിന്ദ മാഷ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞാനത് ആവർത്തിക്കുകയാണ്. ഒരു വിശ്വാസിയും വർഗീയവാദിയല്ല, ഒരു വർഗീയവാദിയും വിശ്വാസിയല്ല. കേരളത്തിലെ ഹിന്ദു ജനവിഭാഗങ്ങളിൽ പെടുന്നവർ എന്ന് പറയുന്ന വിവിധ ജാതികളിൽപ്പെട്ടവർ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കാനും കേരളത്തിൽ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാനുമായി ആരെങ്കിലും ശ്രമിച്ചാൽ ആ തീവ്രവാദികളോടൊപ്പം മുസ്ലിം സമൂഹം നിൽക്കില്ല. ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിൽ ഏതെങ്കിലും തീവ്രവാദി സംഘടനകൾ അതിന് പ്രവർത്തിച്ചാൽ അവരോടൊപ്പം ക്രിസ്ത്യൻ സമൂഹം നിൽക്കില്ല. ഇവരെല്ലാവരും കേരളത്തിൽ ഒരു അമ്മ പറ്റ മക്കളെ പോലെ പ്രവർത്തിക്കുന്നവരാണ്, ജീവിക്കുന്നവരാണ്, പണിയെടുക്കുന്നവരാണ്. കേരളം അങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ചരിത്രമാണ് കേരളത്തിനുള്ളത്. ഇക്കാര്യത്തിൽ ഈ വോട്ട് വാങ്ങലിലെ കൂട്ടുകെട്ടിൽ മുസ്ലിം ലീഗ് അടക്കം അഭിപ്രായം പറയേണ്ട സാഹചര്യം എത്തിയിരിക്കുകയാണ്. SDI പിന്തുണ UDFന് എതിരാകുമോ? എന്തുകൊണ്ട് SDP-യെ തള്ളിക്കളയാൻ UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് തയ്യാറാകുന്നില്ല എന്നതാണ് ഈ ഒരു മണിക്കൂർ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് സമ്പത്ത്, അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, P ശ്യാംരാജ്, M ജയചന്ദ്രൻ, എല്ലാവർക്കും വളരെയധികം നന്ദി.